ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ സ്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ 37ാമത്തെ ദശകം കൃഷ്ണാവതാരം തുടങ്ങുകയാണ്. കൃഷ്ണാവതാരത്തിലെ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. 1 തൊട്ട് 5 വരെ ശ്ലോകങ്ങളിൽ നിന്ന് വായിക്കും. 37ാമത്തെ ദശകം. സാന്ദ്രാനന്ദതനോ ഹരേ നനുപുര ദൈവാസുരേ സങ്കരേ ത്വത്കൃതാഃ അഭികർമ്മശേഷവശതഃ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ലിരിപുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപവിരിഞ്ചം ആശ്രിതഃ പദം ദേവൈഃ പുരാ ഏവ ആഗതൈഃ. സാന്ദ്രാനന്ദതനോ ഹരേനനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താഭികർമ്മശേഷാവശതോ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ലിരിപുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപവിരിഞ്ചം ആശ്രിതപദം ദേവൈഃ പുരൈവാഗതൈഃ. സാന്ദ്ര ആനന്ദതനോ ഹരേ നനുപുര ദൈവ അസുരേ സങ്കരേ ത്വത്കൃത്താഃ അപി കർമ്മശേഷഃ ശേഷവശതഃ ഏതേന യാതാഃ ഗതിം തേഷാം ഭൂതലജന്മനാം ലിരിപുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപവിരിഞ്ചം ആശ്രിതപദം ദേവൈഃ പുരാ ഏവ ആഗതൈഃ. സാന്ദ്രാനന്ദതനോ ഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താപി കർമ്മശേഷാവശതോ ഏതേന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ലിരിപുവാം ഭാരേണ ദൂരാർദിതാ ഭൂമിഃ പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവാഗതൈഃ. സാന്ദ്രാനന്ദ സ്വരൂപിയായ ഹേ ഭഗവാനേ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ നീന്തരുവടിയാൽ വധിക്കപ്പെട്ടിട്ടും കൂടി ജന്മാന്തരം കൊണ്ട് അവസാനിക്കാത്തതുകൊണ്ട് യാതൊരുവർക്കും മോക്ഷം ലഭിച്ചില്ലയോ? ഭൂമിയിൽ വീണ്ടും ജനിച്ച ആ അസുരന്മാരുടെ ഭാരം കൊണ്ട് ഏറ്റവും പരവശമായി മുമ്പിൽ തന്നെ അവിടെ എത്തിച്ചേർന്നവരായ ദേവന്മാരോടുകൂടി ശരണസ്ഥേനമായ ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. സാന്ദ്രാന സ്വരൂപിയായ ഹേ ഭഗവാൻ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ നിന്തിരുവടിയാൽ വധിക്കപ്പെട്ടിട്ടും കൂടി ജന്മാന്തര കർമ്മം അവസാനിക്കാത്തതുകൊണ്ട് യാതൊരുവർക്കും മോക്ഷം ലഭിച്ചില്ലയോ? ഭൂമിയിൽ വീണ്ടും ജനിച്ച ആ അസുരന്മാരുടെ ഭാരം കൊണ്ട് ഏറ്റവും പരവശരായി തീർന്ന് മുമ്പിൽ തന്നെ അവിടെ എത്തിച്ചേർന്നവരായ ദേവന്മാരോടുകൂടി ശരണസ്ഥാനമായ ബ്രഹ്മദേവനെ എല്ലാവരും ശരണം പ്രാപിച്ചു. അവിടെ വന്ന ബ്രഹ്മാവിനോടുകൂടി, വിഷ്ണു ലോകത്ത് വന്നിട്ടുള്ള ബ്രഹ്മാവിനോടുകൂടി ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. എന്താണെന്ന് വെച്ചാൽ, നേരത്തെ യുദ്ധം ചെയ്തിട്ട് അസുരന്മാരെ കൊന്നുവെങ്കിലും പലർക്കും മോക്ഷം കിട്ടാത്തതുകൊണ്ട് തിരിച്ചവരെല്ലാവരും ഭൂമിയിൽ തന്നെ വന്നു. ഭൂമിയുടെ ഭാരം താങ്ങാനാവാണ്ടായി. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ബ്രഹ്മാവ് മുമ്പിൽ വന്നുകൊണ്ട് ദേവന്മാരെല്ലാം ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ദുർജനഭൂരിഭാരമദിതം പാദോനിധൗ പാദുകാം ഏതാം പാലയ ഹന്തമേ വിഭസതാം സംപൃച്യ ദേവാനിമാൻ ഇതി ആദിപ്രചുരപ്രലാപവിവശാം ആലോക്യദാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതഃ ദൗത്യൗ ഭവന്തം ഹരേ. ആഹാ ദുർജനഭൂരിഭാരമദിതാം പാദോനിധൗ പാദുകാം ഏതാം പാലയ ഹന്തമേ വിവശതാം സംപൃച്യ ദേവാനിമാൻ ഇതി ആദിപ്രചുരപ്രലാപവിവശാം ആലോക്യദാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതഃ ദൗത്യൗ ഭവന്തം ഹരേ. ആഹാ ദുർജനഭൂമിഭാരമദിതാം പാദോനിധോ പാദുകാം ഏതാം പാലയഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇതി ആദിപ്രചുരപ്രലാപവിവശാം ആലോക്യ ദാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതഃ ദൗത്യൗ ഭവന്തം ഹരേ. ആഹാദുർജനഭൂരിഭാരമരിതാം പാദോനിധോ പാദുകാ വേദാം പാലയ ഹന്തേ മേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപ വിവശാം ആലോക്യ ദാതാമഹീം
ദേവാനാം വദനാനി ഭീക്ഷ്യ പരിതോ ദൗത്യോ ഭവന്തം ഹരേ. കഷ്ടം കഷ്ടം. ദുഷ്ടന്മാരുടെ വർദ്ധിച്ച ഭാരത്താൽ പീഡിക്കപ്പെടുന്നവളും സമുദ്രത്തിൽ മുങ്ങിക്കുവാൻ തുടങ്ങുന്നവളുമായ ഈ ഭൂമിദേവിയെ രക്ഷിക്കണമേ. കഷ്ടം. എൻ്റെ പാരവശ്യത്തെ ഈ ദേവന്മാരോട് ചോദിച്ചു നോക്കണേ. എന്നിങ്ങനെ പലവിധത്തിൽ വിലപിച്ച് പരവശരായിരിക്കുന്ന ഭൂമിദേവിയെ കണ്ട് ബ്രഹ്മാവ് ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ വാടിയ മുഖങ്ങളെ നോക്കി ഹേ ഭഗവാൻ നിന്തിരുവടിയെ ധ്യാനിച്ചു. കഷ്ടം കഷ്ടം. ദുഷ്ടന്മാരുടെ വർദ്ധിച്ച ഭാരത്താൽ പീഡിക്കപ്പെടുന്നവളും സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങുന്നവളുമായി ഇവളെ രക്ഷിക്കണമേ. കഷ്ടം. എൻ്റെ പാരവശ്യത്തെ ഈ ദേവന്മാരോട് ചോദിച്ചു നോക്കണേ. എന്നിങ്ങനെ പലവിധത്തിൽ വിലപിച്ചുകൊണ്ട് പരവശായിരിക്കുന്ന ഭൂമിദേവിയെ കണ്ട് ബ്രഹ്മാവ് ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ വാടിയ മുഖങ്ങളെ നോക്കി ഹേ ഭഗവാൻ നിന്തിരുവടിയെ ധ്യാനിച്ചു. 1-ാമത്തെ ശ്ലോകം. ഊജേ അംബുജഭൂഃ അമൂൻ അഹിസുരാഃ സത്യന്തരിത്ര്യാഃ വചഃ നനുസ്യാഃ ഭവതാം ച രക്ഷണവിധൗ ലക്ഷഹി ലക്ഷ്മീപതിഃ സർവേ സർവപുരസ്സരാഃ വയമിതഃ ഗദാ പയോവാരിധീം സത്വാ ത്വം സ്തുമഹേ ജവാദ് ഇതി യയുഃ സാഗം തവ ആകേതനം. ഊജേ ച അംബുജഭൂഃ അമൂൻ അയുസുരാ സത്യം ദാരിദ്ര്യാവചഃ നാനു അസ്യാഃ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഹി ലക്ഷ്മീപതി സർവേ സർവപുരസ്സരാ വയമിത ഗദ്വാം പയോവാരിധീം നത്വാ ത്വം സ്തുമഹേ ജവാദ് ഇതി യയുഃ സാഗം തവ ആകേതനം. ഊജേ ച അംബുജഭൂഃ അമൂൻ അയുസുരാ സത്യം ദാരിദ്ര്യാവച നനു അസ്യാഹ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഹി ലക്ഷ്മീപതിഃ സർവേ സർവപുരസ്സരാഃ വയമിതഃ ഗത്വാ പയോവാരിധീം നത്വാം ത്വം സ്തുമഹേ ജവാദ് ഇതി യയുഃ സാഗം തവ ആകേതനം. ഊജേ ചംബുജഭൂരമുനൈഃ സുരാ സത്യം ദാരിദ്ര്യോപജ നന്വസ്യാ ഭവതാം ച രക്ഷണവിധോ ദക്ഷോ ഹി ലക്ഷ്മീപതിഃ സർവേ സർവപുരസ്സരാ വയോമിതോ ഗത്വാ പയോവാരിധീം നത്വാ ത്വം സ്തുമഹേ ജവാം ഇതി നയുസ്സാഗം തവാകേതനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അനന്തരം ആ ബ്രഹ്മദേവൻ അവരോടായി ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തു. ദേവന്മാരെ, ഭൂമി ഉണർത്തിച്ചത് വാസ്തവം തന്നെ. ഇവളുടെയും നിങ്ങളുടെയും രക്ഷാവിഷയത്തിൽ ശ്രീകാന്തനായ മഹാവിഷ്ണു തന്നെയാണ് കഴിവുള്ളവൻ. ശ്രീ പരമേശ്വരനോടുകൂടി നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് പാലാഴിയിലേക്ക് പോയി അദ്ദേഹത്തെ നമസ്കരിച്ച് വേണ്ട വിധത്തിൽ സ്തുതിക്കാം. എന്നിങ്ങനെ അവരോടൊന്നിച്ച് അങ്ങയുടെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. അനന്തരം ആ ബ്രഹ്മദേവൻ അവരോടായി ഇപ്രകാരം അരുളി ചെയ്തു. അല്ലേ ദേവന്മാരെ, ഭൂമി ഉണർത്തിച്ചത് വാസ്തവം തന്നെയാണ്. ഇവളുടെയും നിങ്ങളുടെയും രക്ഷാവിഷയത്തിൽ ശ്രീകാന്തനായ മഹാവിഷ്ണു തന്നെയാണ് കഴിവുള്ളവൻ. ശ്രീ പരമേശ്വരനോടുകൂടി നമുക്കെല്ലാവർക്കും ഇവിടെ നിന്നും പാലാഴിയിലേക്ക് പോയി അദ്ദേഹത്തെ നമസ്കരിച്ച് വേഗം സ്തുതിക്കുക. എന്നിങ്ങനെ അവരോടൊന്നിച്ച് അങ്ങയുടെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. 4-ാമത്തെ ശ്ലോകം. തേ മുഗ്ധാനിലശാലിബദ്ധ ജലദേഹേ തീരംഗതാഃ സംഗതാഃ യാവത് തത്പദ ചിന്തന ഏകമനസഃ താവത് സപാദോ ഭുജഭൂഃ തദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയൻ ഊജിവാൻ ആഖ്യാതഃ പരമാത്മനാ സ്വയമഹം വാക്യം തത് ആകർണ്യതാ. തേ മുഗ്ധാനിലശാലീം ദേ മുക്താനിലശാലി ദുദ്ധജലദേഹ തീരംഗതാഃ സംഗതാ യാവത് ത്വത്പദചിന്തന ഏകമനസഃ താവത് സപദോ ജഭൂഃ തത്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയൻ ഊജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തത് ആകർണ്യതാം. തേ മുഗ്ധ അനിലശാലി ദുഗ്ധജലദേഹ തീരം ഗതാഃ സംഗതാഃ യാവത് ത്വത്പദചിന്തന ഏകമനസഃ താവത് സ പാദോ ജഭൂഃ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയൻ ഊജിവാൻ ആഖ്യാതഃ പരമാത്മന സ്വയമഹം വാക്യം തത് ആകർണ്യതാം. തേ മുഗ്ധനിലശാലി ദുഗ്ധജലേ സ്ഥിരം ഗതാ സംഗതാ യാവത് ത്വത്പദചിന്തനൈകമനസഃ താവത് സ പാദോ ജഭൂഃ തദ്വാചാം ഹൃദയേ നിശമ്യ സകലാനന്ദയന്നുചിവ ആഖ്യാത പരമാത്മനാ സ്വയമഹം
വാക്യം തഥാ കർണ്യതാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ പരമാത്മനേ നമഃ. അവർ മനം കുളിർക്കുമാറ് ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന പാലാഴിയുടെ തീരത്തിൽ ചെന്ന് എല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ തൃപ്പദങ്ങളെ ഏകാഗ്രമായ മനസ്സോടുകൂടി ധ്യാനിച്ചു കൊണ്ടിരുന്ന സമയം ആ ബ്രഹ്മദേവൻ അങ്ങയുടെ വാക്കുകളെ മനസ്സിൽ കേട്ടറിഞ്ഞ് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. അവർ മനം കുളിർക്കുമാർ ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന പാലാഴിയുടെ തീരത്തിൽ ചെന്നിട്ട് എല്ലാവരും ഒന്നിച്ച് അങ്ങയുടെ തൃപ്പാദങ്ങളെ ഏകാഗ്രമായ മനസ്സോടുകൂടി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ ബ്രഹ്മദേവൻ അങ്ങയുടെ വാക്കുകളെ മനസ്സിൽ കേട്ടറിഞ്ഞ് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. ഞാൻ പരമാത്മസ്വരൂപിയായ ഭഗവാനാൽ നേരിട്ട് അരുളി ചെയ്യപ്പെട്ട ഈ വാക്കുകളെ കേട്ടുകൊള്ളുവിൻ. ബ്രഹ്മ പറഞ്ഞു, ഞാൻ പരമാത്മാവ് പറഞ്ഞ വാക്കുകളെ നിങ്ങളോട് ഇപ്പോൾ പറയാം, കേട്ടുകൊള്ളുക എന്ന് ബ്രഹ്മാവ് ദേവന്മാരോട് കൽപ്പിക്കുകയാണ്. അഞ്ചാമത്തെ ശ്ലോകം. ജാനേതീനദശാം അഹം ദിവിഷതാ ഭൂമേഹ ച ഭീമൈഃ നൃപൈഃ തക്ഷേപായ ഭവാമി യാദവകുലേ സഹം സമഗ്ര ആത്മനാഃ ദേവാ വിഷ്ണുകുലേ ഭവന്തി കലയാ ദേവാംഗനാ ചവനൗ മത്സേവാർത്ഥം ഇതി ത്വദീയവചനം പത്മാജഭൂയീചിവാൻ. ജാനേ ദീനദശാം അഹം ദിവിഷതാം ഭൂമേ ച ഭീമൈഃ നൃപൈഃ ത്വക്ഷേപായ ഭവാനി യാദവകുലേ ത്വക്ഷേവാണി ഭവാനി യാദവകുലേ സാഹം സമഗ്ര ആത്മനാ ദേവാഃ വൃഷ്ണീകുലേ ഭവന്തി കലയാ ദേവാംഗനാ ചാവനൗ മത്സേവാർത്ഥം ഇതി ത്വദീയവചനം പത്ഥോജഭൂഃ ഊചിവാൻ. ജാനേ ദീനദശാം അഹം ദിവിഷതാം ജാനേ ദീനദശാം അഹം ദിവിഷതാം ഭൂമൈഃ ച ഭൂമൈഃ നൃപൈഃ തക്ഷേപായ ഭവാമി യാദവകുലേസ്യ അഹം സമഗ്ര ആത്മന ദേവാ വിഷ്ണുകുലേ ഭവന്തി കലയാ ദേവ അംഗനാ ച അവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാദോജഭൂഃ ഊചിവാൻ. ജാനേ ദിനദശാമഹം ദിവിഷതാം ഭൂമൈഃ ച ഭീമൈർനഭൈഃ തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മന തേഷാം വിഷ്ണുകുലേ ഭവന്തി കുലയാ ദേവാംഗനാ ചവനൗ മത്സേവാർത്ഥ ഇതി തുദീയവചനം പാദോജഭൂരൂചിവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ജാനേ ദീനദശാമഹം ദിവിഷതാ ഭൂമൈശ്ച ഭീമൈർനഭൈഃ തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വിഷ്ണുകുലേ ഭവന്തി കലയാ ദേവാംഗനാ ചാവനൗ മത്സേവാർത്ഥമിതി തുദീയവചനം പാദോജഭൂരൂചിവാൻ. ഭയങ്കരന്മാരായ രാജാക്കന്മാരാൽ ഭൂമിക്കും ദേവന്മാർക്ക് നേരിട്ടിട്ടുള്ള വിനാശത്തിനായി യദുവംശത്തിൽ പരിപൂർണമായ കലയോടുകൂടി ഞാൻ അവതരിക്കുന്നുണ്ട്. ഭൂമിയിൽ എന്നെ പരിചരിക്കുന്നതിന് വേണ്ടി ദേവന്മാരും ദേവസ്ത്രീകളും അംശങ്ങൾ കൊണ്ട് വൃഷ്യവംശത്തിൽ ജനിക്കട്ടെ എന്നിങ്ങനെ അങ്ങയുടെ കൽപ്പനയെ ബ്രഹ്മദേവൻ ഉണർത്തിച്ചു. ഭയങ്കരന്മാരായ രാജാക്കന്മാരാൽ ഭൂമിക്കും ദേവന്മാർക്ക് നേരിട്ടിട്ടുള്ള വിനാശത്തിനായി യദുവംശത്തിൽ പരിപൂർണമായ കലയോടുകൂടി ഞാൻ അവതരിക്കുന്നുണ്ട്. ഭൂമിയിൽ എന്നെ പരിചരിക്കുന്നതിന് വേണ്ടി ദേവന്മാരും സ്ത്രീകളും അംഗങ്ങൾ കൊണ്ട് വൈഷ്ണവംശത്തിൽ ജനിക്കട്ടെ എന്നിങ്ങനെ അങ്ങയുടെ കൽപ്പനയെ ബ്രഹ്മദേവൻ എല്ലാവരോടും ഉണർത്തിച്ചു. ഒന്ന് വായിച്ച 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. സാന്ദ്രാനന്ദതനോ ഹരേ സാന്ദ്രാനന്ദതനോ ഹരേരനുപുരാ ദേവാസുരേ സങ്കരേ തത്കൃത്വാ വികർമ്മശേഷാവസതോ യേതേന യാതാ ഗതിം തേഷാം ച ഭൂതലജന്മനാം ദിദിഭുവാം ധാരേണ ദൂരാർദിതാ ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈഃ വ ആഗതൈഃ. ആഹാ അർജുന ഭൂരിഭാരമതിതാം പാദോ നിദോ പാദുകാം പാദാം പാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ്യ ദേവാനിമാൻ ഇതി ആദിപ്രചുരപ്രളാപ്രവിവശാം ആലോക്യ ദാദാമഹീം യാ ദേവാനാം പതനാനി വീക്ഷ്യപരിതഃ ദൗത്യവബന്ധം ഹരേ ഊചേ അംബുജഭൂഃ അമൂനയസുരാः സത്യം ദരിദ്ര്യാപജഃ നനു സ്യാः ഭവതാം ച രക്ഷണവിദോ ലക്ഷ്മിപതീം. സർവേ സർവപുരസരാ വയമിതാ ഗത്വാ പയോവാരിധീം സത്വാഹ ത്വം സുമഹേ ജവാദ് ഇതി യയുഃ സാകം തവ ആകേതനം. തേ മുദ്രാനിലശാലി ജലധീരംഗതാഃ സംഗതാഃ യാവത് ത്വത്പദചിന്തനേകമനസഃ താവത്സ പാദോജഭൂഃ ത്വത്പാപം ഹൃദയ നിശമ്യ സകലാൻ ആനന്ദയനൂജിവാൻ.
ആഖ്യാത പരമാത്മാ സ്വയമഹം വാക്യം അത്തത് ആകർണ്യതാം. അഞ്ചാമത്തെ ശ്ലോകം മുന്നോട്ട് വായിക്കാം. ജാനേ ദീനദശാമഹം ദിവിഷതാം ഭൂമൈः च ഭീമൈः നൃപൈः തക്ഷേപായ ഭവാമി യാദവകുലേ സാഹം സമഗ്രാത്മന ദേവാः വിഷ്ണീകുലേ ഭവന്തു കലയാ ദേവാംഗനാ ചാവലോ മത്സേവാർത്ഥം ഇതി തുദീയഭജനം പാദോ ജപൂഃ ഊജിവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.